അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ഭരണകാലഘട്ടത്തിലെ 4-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നമ്മുടെ തുഗ്ലക്, ഖിൽജി, മുഗ്ലർ അങ്ങനെ ഉള്ളവരുടെ കാലഘട്ടമാണ്. 800 വർഷത്തെ ഇന്ത്യയുടെ കാലഘട്ടം. അവർ പേർഷ്യ അഥവാ ഇറാനിൽ നിന്ന് ബിസിനസ്സിന് വന്നു. അങ്ങനെ ഈ രാജ്യത്തെ ഭരണാധികാരികളായി. എന്നാൽ ഈ രാജ്യത്തെ സമ്പത്ത്, താജ്മഹൽ, കുത്തബ് മിനാർ, ഇന്ത്യ ഗേറ്റ്, അങ്ങനെ വലിയ സൗധങ്ങൾ ഉണ്ടാക്കി ഇവിടെയുള്ള സമ്പത്ത് ഇവിടെ ഉപയോഗപ്പെടുത്തുകയും ചിലതൊക്കെ ഗുണങ്ങളും ചിലതൊക്കെ വലിയ പ്രതിസന്ധികളും ഉണ്ടാക്കി എന്നല്ലാതെ അവരെ രാജ്യങ്ങളിലേക്ക് ഇതൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. അതിൽ മഹാനായ അക്ബറുണ്ട്, ഔറംഗസീബുണ്ട്, മുഹമ്മദ് ബിൻ തുഗ്ലക്കുണ്ട്. അങ്ങനെ അവരുടെ ഒരു നല്ല കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായി. എന്നാൽ തദ്ദേശീയരല്ലാത്ത വിദേശികൾ, ഡച്ച്, അതേപോലെ തന്നെ ഗ്രീക്ക്, ബ്രിട്ടീഷ്, ഇവരെല്ലാം ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെ കൊള്ളയടിക്കാം എന്നതിനനുസരിച്ചാണ് ഇന്ത്യയുടെ റെയിൽവേ പോലും ഇവിടെ സംവിധാനം ചെയ്തത്. ഒരു ഗുണം നമുക്കുണ്ടായി. ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് വലിയ ഒരു ഇന്ത്യ രാജ്യത്തെ ഉണ്ടാക്കി. ഒരു ഇന്ത്യ എന്ന ഒരു സംവിധാനത്തെ അവർ ഇവിടെ പ്രതിദാനം ചെയ്തു. ഉണ്ടാവാനും പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സമ്പത്തെല്ലാം കൊള്ളയടിച്ച് അന്ന് ഗാന്ധിജി ആ സമരവുമെല്ലാം അതിനോട് ഒരുമിച്ച് വന്നവർ ഈ രാജ്യത്ത് പിന്നീട് നമ്മളുടെ വേപ്പില പോലെ എന്ത് ചെയ്തു, ഉപയോഗപ്പെടുത്തി വലിച്ചെറിഞ്ഞു എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വലിയ ഗുണങ്ങളുണ്ടായി. ഇനിയും ഇന്ത്യ വളരട്ടെ, അങ്ങനെ ഒരാശംസ നിങ്ങൾക്ക് നൽകപ്പെടുന്നു. ഇതിന് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യമാകുകയും ആ സ്വതന്ത്ര ഭാരതത്തിലെ നമ്മുടെ മഹാനായ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ പ്രസിഡന്റുമായ അബ്ദുൽ കലാം വരികയുണ്ടായി. ആ വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഗുണം ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ സൈനിക മേഖലയിലും ശാസ്ത്ര മേഖലയിലും മിസൈൽ മേഖലയിലുമെല്ലാം വലിയ ഡെവലപ്മെൻ്റ് ഉണ്ടായി. വലിയ വിസ്തൃതമായ ഒരു കാഴ്ചപ്പാട് അയാൾക്കുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിലൂടെ അന്നത്തെയും ഇന്നത്തെയും ഭരണാധികാരികൾ തികച്ചും പോകുമായിരുന്നുവെങ്കിൽ 2025 ഇന്ത്യ വികസിത രാജ്യമായേനെ. ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു തരാം. മാൻ പവർ, അന്ന് ലോകത്ത് ഡാർവിൻ്റെ സിദ്ധാന്തം വലിയ ആഗോളതലത്തിൽ തന്നെ വലിയ വിപ്ലവങ്ങളുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനുഷ്യരാശിയെ കുറക്കുകയും ഭൂമിയുടെ വിസ്തൃതി കൂടാത്തത് കൊണ്ട് തന്നെ ഭൂമിയിൽ വൈവിധ്യങ്ങളായ മറ്റ് ഭക്ഷണങ്ങളും മറ്റു രീതിയിലുള്ള ജീവിത നിലവാരങ്ങളും കൂട്ടുകയും മനുഷ്യൻ്റെ എണ്ണവും കുറച്ചു കഴിഞ്ഞാലാണ് നമുക്ക് യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ മനുഷ്യൻ ക്രമാതീതമായി വർദ്ധിച്ചാൽ ഭക്ഷണത്തിന് വസ്ത്രമെല്ലാം ബുദ്ധിമുട്ടി വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്ന ഒരു തെറ്റായ സിദ്ധാന്തം വന്നു. അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ നാം നമുക്ക് ഒന്ന് എന്ന ഒരു സംവിധാനത്തിൽ നിന്ന് മാറി നമുക്ക് ഇഷ്ടമുള്ള മക്കളെ നമുക്ക് ആവാം, 4 ആവാം, 5 ആവാം. ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക എന്നത് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ഉള്ളതിനെ തടുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ഫാമിലി പ്ലാനിങ് നിർത്തലാക്കി. അതിൻ്റെ ഫലമായി ലോകത്തിൽ ഇന്ന് ഇന്ത്യ വളരാനുള്ള കാരണം ആദ്യത്തെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള ഒരു രാജ്യമായിരുന്നു ചൈന. അതിൻ്റെ തൊട്ടു താഴെ ഇന്ത്യയായിരുന്നു. എന്നാൽ ഇന്ന് അടിസ്ഥാനപരമായി എല്ലാ സൗകര്യങ്ങളും കൂടെ ചൈന വളരാനുള്ള കാരണം അവരുടെ അടിസ്ഥാനപരമായ
എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും ഒരുക്കുകയും അതോടനുസരിച്ച് മാൻ പവറുമാണ്. അത് ഇന്ത്യയുടെ ഒരു പക്ഷേ ഡബിളായിരിക്കാം. അത് വലിയ ഗ്രോത്ത് ഉണ്ടായി. അതേപോലെ ഇന്ത്യയിൽ ഇന്ന് 140 കോടി ജനങ്ങളുണ്ടെങ്കിൽ 100 കോടി ജനങ്ങളിൽ നിന്നും പെർ ഡേ 100 രൂപ വെച്ച് നമുക്ക് GST വന്നു കഴിഞ്ഞാൽ അത് വലിയ ഒരു വിപ്ലവമായിരിക്കും. അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് വലിയ വളർച്ചയുണ്ടാവും. അത് ഈ മാൻ പവറിൻ്റെ ഗുണമാണ്. 10 വർഷം മുമ്പ് 150-200 കൂലി ഉണ്ടായിരുന്ന ഈ കേരളത്തിൽ ഇന്ന് മിനിമം 800-1000 കൂലി. ഇതാണ് ഡെവലപ്മെൻറ്റ് കാരണം. അത്തരം നല്ല വീക്ഷണമുള്ള ആ മഹാനായ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ പ്രസിഡൻറ്റും തൻ്റെ പദവി ദുർവിനിയോഗം ചെയ്തില്ല. തൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമെല്ലാം പാർലമെൻറ്റ് സന്ദർശിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ്. ആ രാജകീയ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിൽ നിന്നും ഒരു പൈസ പോലും എടുക്കാതെ തൻ്റെ ശമ്പളത്തിൽ നിന്നും ആ പൈസ എഴുതി ഗവൺമെൻറ്റിന് തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ താൻ പ്രസിഡൻ്റായി തൻ്റെ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ ആ കൊട്ടാരത്തിൽ പ്രസിഡൻഷ്യൽ ഹൗസിൽ ഒരു ഷൂ തുടക്കാൻ ഒരാളെ ഔദ്യോഗികമായി ഗവൺമെൻറ് വെച്ചിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇനി പൂന്തോട്ടത്തിൽ പോയി പൂവുകളും ചെടികളുമെല്ലാം വെട്ടുന്ന ജോലി ചെയ്യുക, എൻ്റെ ഷൂ ഞാൻ തുടച്ച് വൃത്തിയാക്കിക്കൊള്ളാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഈ പൂന്തോട്ടത്തിലേക്ക് വിട്ടുന്ന ആ ഷൂ തുടക്കുന്ന ആളെ തിരിച്ചു വിട്ടു. തൻ്റെ ഷൂ കേസ് തുറന്ന് പരിശോധിക്കാനും അതിന് പുറത്തുള്ള പൊടിയും അകത്തുള്ള പൊടിയും തട്ടാൻ പറഞ്ഞു. ഈ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് ഒരു നയാ പൈസ പോലും ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടില്ല എന്ന് നീ ദൃക്സാക്ഷിയാവണം. അതിന് സർവശക്തനായ അല്ലാഹു ദൃക്സാക്ഷിയാവട്ടെ. ഇതാണ് യഥാർത്ഥ ഇസ്ലാമിക ഭരണാധികാരികൾ. അറിയിക്കുക, നാം തിരിച്ചറിയുക നമ്മുടെ ഭരണാധികാരികളെയും നമ്മുടെ മതനേതാക്കളെയും. ഇൻഷാ അല്ലാഹ്.